ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സുമിത്ര അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ അവർക്ക് തന്നെ നടക്കില്ല എന്നുള്ള കാര്യം സുമിത്രയ്ക്ക് മനസ്സിലായി. ഇപ്പോൾ ആരും സുമിത്രയ്ക്ക് ഒരു തുണയായിട്ടോ അല്ലെങ്കിൽ തണലായിട്ടോ പിറകിലൊരു ശക്തിയായിട്ടോ ഇല്ല. എല്ലാത്തിനും താൻ തന്നെ വേണം ഇറങ്ങി പുറപ്പെടാനെന്നും എല്ലാം തന്നെ വേണം ചെയ്യാനെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ സുമിത്രയ്ക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുമിത്ര രണ്ടും കൽപ്പിച്ച് തൻ്റെ മക്കളെ കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നു. ഈ കാര്യങ്ങളെല്ലാം പൂജയോട് പറഞ്ഞപ്പോൾ പൂജ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ എൻ്റെ പൊന്നുമോൾ വിഷമിക്കൊന്നും വേണ്ട, അവരെ എല്ലാവരെയും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് നഷ്ടപ്പെട്ടു പോയത്, എൻ്റെ മോൾക്ക് അർഹതപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ അവർ നമ്മളെ സഹായിക്കും. അങ്ങനെ രഞ്ജിതയുടെയൊന്നും ഒരു കള്ളക്കളികളും നമ്മുടെ അരികിലും നടക്കില്ല. എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടത് എൻ്റെ മോൾക്ക് തന്നെ കിട്ടണം. മാത്രമല്ല, നിനക്ക് വേണ്ടി രോഹിത് അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണിതെന്നും രോഹിത്തിൻ്റെ രക്തമാണ്, രോഹിത്തിൻ്റെ അധ്വാനമാണ് ഇതൊക്കെ, അതൊന്നും കൈമോശം വരാനായിട്ട് ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല തുടങ്ങിയ രീതിയിലൊക്കെ നമ്മുടെ സുമിത്ര ഇങ്ങനെ പൂജയോട് പറയുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ പൂജ പറഞ്ഞു, എല്ലാവരെയും അമ്മ കണ്ടുപിടിക്കണം, പക്ഷേ എൻ്റെ സ്വത്തുക്കൾ തിരിച്ചെടുത്ത് തരാനായിട്ടാണെങ്കിൽ അമ്മ അവരെയൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് അമ്മയുടെ മക്കൾ വേണമെന്നുണ്ടെങ്കിൽ അമ്മ കണ്ടുപിടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയും മോളും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം. എനിക്ക് എൻ്റെ അമ്മയെ മാത്രം മതി, മറ്റൊന്നും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. നേരത്തേക്കും പൂജ, നിനക്ക് വേണ്ടി സമ്പാദിച്ചതെല്ലാം നിന്റെ കൈകളിലേക്ക് എത്തണം, എങ്കിൽ മാത്രമേ രോഹിത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ മോളെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറയാം. എൻ്റെ രോഹിത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂജയോട് പറയുക കേട്ടോ. അങ്ങനെ അമ്മയും മോളും കൂടെ ഇതേപ്പറ്റിയൊക്കെ സംസാരിച്ച് അവിടെ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സുമിത്ര ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്നെ പല തീരുമാനങ്ങളും എടുക്കുകയാണ്. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മുടെ സുമിത്ര പല വഴികളിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നു, പലരെയും കാണാൻ, ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നറിയാനായിട്ട്. അങ്ങനെ സുമിത്ര പല വഴികളിലൂടെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരുടെ വാതിലുകളിൽ സുമിത്ര പോയി മുട്ടാൻ തുടങ്ങി. അങ്ങനെ ഇവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുമോ എന്നൊക്കെ അറിയാനായിട്ട് ആദ്യം സുമിത്ര തീരുമാനിക്കുന്നത് അനിരുദ്ധിനെയും അനന്യയും കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെവിടെയാണെന്നും അവരെങ്ങനെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവരെവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് സുമിത്ര ഇങ്ങനെ ഓരോരോ വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അന്വേഷിച്ച് സുമിത്ര അവരുടെ വീട് വരെ എത്തി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയെ കാണാനോ അല്ലെങ്കിൽ സുമിത്രയെ മൈൻഡ് ചെയ്യാനൊന്നും ആർക്കും താല്പര്യമില്ലല്ലോ. അങ്ങനെ സെർവൻറ്റുകളെയൊക്കെ പറഞ്ഞു വിട്ട് സുമിത്രയെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ പ്രേമിയാണെങ്കിലും വിശ്വനാണെങ്കിലും ഒക്കെ അവിടെ ഒരുക്കുന്നു. അപ്പോഴും തൻ്റെ കൊച്ചുമോളായ സ്വരമോളാണ് അവിടെ ഉള്ളതെന്നോ ആ കുഞ്ഞിനെയാണ് താൻ സ്കൂളിൽ വെച്ച് സ്നേഹിക്കുന്നതെന്നോ നമ്മുടെ സുമിത്രയ്ക്ക് അറിയില്ല. അങ്ങനെ സുമിത്ര മുട്ടാത്ത വാതിലുകളില്ല, എല്ലാ വാതിലുകളിലൂടെയും നമ്മുടെ സുമിത്ര മുട്ടുന്നുണ്ട് തൻ്റെ ആവശ്യങ്ങൾ നടക്കാനായി, തൻ്റെ മക്കളെ കണ്ടുപിടിക്കാനായി. അങ്ങനെ സുമിത്ര ഓരോരുത്തരുടെ അരികിൽ ചെന്ന് ഓരോരോ വിവരങ്ങൾ ശേഖരിക്കുന്നു. അങ്ങനെ സുമിത്ര അന്ന് ഒരു പുള്ളിക്കാരിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നല്ലോ. അങ്ങനെ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്പരും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു, ശ്രീനിലയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി. അങ്ങനെ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് സുമിത്രയും അതുപോലെ രോഹിത്തൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം എന്താണെങ്കിലും അവിടെ അവരൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. പക്ഷേ അവിടെ സംഭവിച്ച ഏകദേശ കാര്യങ്ങളൊക്കെ ഒരു ധാരണ വരുത്തി ഈ പുള്ളിക്കാരി പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരി വേറൊരു നമ്പർ കൊടുത്തു. അപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയ്ക്ക് ആ നമ്പർ കൊടുത്തനുസരിച്ച് സുമിത്ര ആ നമ്പറുമായിട്ട് പോവുകയാണ്. അങ്ങനെ ആ ഒരു നമ്പറുമായി ചെന്നു, കൃത്യമായ ഒരു അഡ്രസ്സും നമ്പറൊക്കെ കൊടുത്തു. അപ്പോൾ ആ അഡ്രസ്സുമായിട്ട് ചെന്നു, ആ വീടിൻ്റെ വാതിൽക്കൽ ചെന്നു. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അവർ വന്ന് വാതിൽ തുറന്നു. വലിയ വീടാണ്. വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ സുമിത്ര എന്നാണ് എൻ്റെ പേര്, ഞാൻ ഒരു കാര്യം അറിയാൻ വന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരും സുമിത്ര അകത്തേക്ക് ക്ഷണിച്ചു. അങ്ങനെ സുമിത്ര അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ വിവരങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും അറിയാവുന്ന കാര്യങ്ങളെല്ലാം സുമിത്രയോട് ഇങ്ങനെ പറയണം. അതിൽ നിന്ന് സുമിത്രയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, സരസ്വതി അമ്മയും അതുപോലെ നമ്മുടെ സിദ്ധുവും മരിച്ചിട്ടില്ല, അവർ ജീവനോടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവരെവിടെയാണ് എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല എന്നും കൂടെ ഇത് പറഞ്ഞു. പക്ഷേ ഇവർ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും സിദ്ധുവിനെ അന്വേഷിച്ച് പോകേണ്ടതായ ഒരു കാര്യവും നമ്മുടെ സുമിത്രയ്ക്കില്ല. അതുമാത്രമല്ല, ഈ സരസ്വതി അമ്മയും ഇനിയിപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് കൂടേണ്ട ഒരാളല്ല. പക്ഷെ ഇവരെ കണ്ടാൽ എന്താണ് രോഹിത്തിന് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് കഴിയും. അപ്പോൾ രോഹിത്തിൻ്റെ മരണത്തിൻ്റെ പിന്നിലെ ദുരൂഹത
സുമിത്ര കണ്ടെത്താനായിട്ടാണ് സിദ്ധുവിനെ കാണാനായിട്ട് ഇങ്ങനെ വെപ്രാളം കൂട്ടുന്നത്. അങ്ങനെ സിദ്ധുവിൻ്റെ നാവിൽ നിന്നും നമ്മുടെ സുമിത്ര രോഹിത്തിൻ്റെ മരണകാരണം അറിയാനുള്ള ഇടയുണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ എത്തിവരുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. സുമിത്ര ഇങ്ങനെ ആ ഒരു സത്യത്തിൻ്റെ പടുവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഓഫീസിൽ ജോലിയും കാര്യങ്ങളുമായിട്ടിരിക്കുന്ന പൂജയ്ക്കരികിൽ നിന്ന് ഈ പങ്കജ് മാറാതെ ഇങ്ങനെ നിൽക്കുന്നത്. പങ്കജ് എന്നിട്ട് പൂജയെ ഇങ്ങനെ സുഖിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. ബാക്കി ജോലിക്കാരെല്ലാം പോയി. അങ്ങനെ എല്ലാവരും പോയിട്ടും പൂജയെ വീട്ടിൽ വിടുന്നില്ല. പൂജ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൂജയ്ക്ക് അരികിലേക്ക് തൊട്ടും തിരുമിയൊക്കെ ഇങ്ങനെ വരുന്നു. എന്നിട്ട് പൂജയ്ക്ക് അന്നേരത്തേക്ക് ഉള്ളിൽ ടെൻഷൻ ആവുന്നുണ്ട്, പേടിയാകുന്നുണ്ട്. കാരണം പങ്കജ ആൾ ശരിയല്ലെന്നുള്ള കാര്യം നല്ല വ്യക്തമായിട്ട് പൂജയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. തൻ്റെ ധൈര്യം മുഴുവനും സംഭരിച്ചുകൊണ്ടാണ് നമ്മുടെ പൂജ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നതെങ്കിലും ഇവൻ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളതൊക്കെ പൂജയ്ക്കൊരു പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ പൂജ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത് വന്ന് നിൽക്കുന്നു. അപ്പോഴേക്കും പൂജ ഇവനോട് മാറി പോകാനായിട്ട് പറയുന്നു. പൂജ പറഞ്ഞു, എൻ്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിൽക്കരുത്, എനിക്ക് ജോലി ചെയ്യാനുള്ളതാണ്, പങ്കജേട്ടൻ ഇവിടുന്ന് പോ എന്നൊക്കെ പറഞ്ഞ് പൂജ ഇങ്ങനെ പറയുമ്പോൾ, നീ എന്തിനാ പൂജ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ അതിന് കുഴപ്പക്കാരനൊന്നും അല്ലെന്ന് എനിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ കുഴപ്പക്കാരനല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് നിങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞതെന്നും പറഞ്ഞു പൂജ അങ്ങനെയൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ പൂജയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ പൂജയുടെ ജീവിതം അവന് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ മകൻ പൂജയെ നശിപ്പിക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും അവിടെ ആഞ്ഞു പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാം കൈയടക്കി വെച്ച് എല്ലാം തൻ്റെ കൈക്കുള്ളിലാണ് എന്ന് അഹങ്കരിച്ച് ബാക്കിയുള്ളവരെ എല്ലാവരെയും കാൽച്ചുവട്ടിലെ പുഴുക്കളായി കണ്ട് ചവിട്ടി അരയ്ക്കുന്ന രഞ്ജിതയ്ക്ക് നേരെ ഒരു കോള് വരുന്നത്. അപ്പോൾ ആ കോള് വന്നു. അപ്പോൾ ആദ്യം ഒരു പേപ്പറാണ് രഞ്ജിതയ്ക്ക് വന്നത്. ഒരു പോസ്റ്റൽ വഴി ഒരു പേപ്പർ വന്നു. രഞ്ജിത ഇത് മേടിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ രഞ്ജിതയ്ക്ക് 8ൻ്റെ പണി കിട്ടുന്ന കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ രഞ്ജിത ഇതെല്ലാം കണ്ടും കേട്ടും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ആ കോള് വരുന്നത്. കോള് വന്നപ്പോഴേക്കും രഞ്ജിത എടുത്തു കഴിഞ്ഞപ്പോൾ അതൊരു അജ്ഞാത കോളായിരുന്നു. വിളിച്ചതേ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റിയതിനെ പറ്റിയും അതുപോലെ തന്നെ രോഹിത്തിൻ്റെ മരണകാര്യങ്ങളെ പറ്റിയും ഒക്കെ അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രഞ്ജിതയോട് പറയാം. അപ്പം അധികം നാൾ രഞ്ജിതയ്ക്കിനി ഇതൊന്നും അടക്കി വാഴാനായിട്ട് കഴിയില്ലെന്നും എത്തേണ്ടവരുടെ കൈകളിൽ ഇത് ഭദ്രമായി എത്തുമെന്നുള്ള കാര്യങ്ങളും അയാൾ ഈ രഞ്ജിതയോട് പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ രഞ്ജിതയ്ക്ക് പേടിയായി. ആരാ നിങ്ങളെന്നും ചോദിച്ചുകൊണ്ട് രഞ്ജിത ഒച്ച കഴിച്ചപ്പോഴേക്കും, ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അർഹതയില്ലാത്തതൊന്നും ഒരുപാട് കാലം അനുഭവിക്കാമെന്ന് രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും മകനൊന്നും കരുതണ്ട, നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്നു. ഞാൻ ഈ സ്വത്ത് അടിച്ചു മാറ്റിയതാണെന്ന് തന്നോടാരാ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ ഏട്ടൻ എനിക്ക് എഴുതി തന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയർത്ത് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ആരോട് വേണമെങ്കിലും നുണ പറഞ്ഞോളൂ, പക്ഷേ എന്നോട് നുണ പറയണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത് എങ്ങനെയാണ് രഞ്ജിതയുടെ കൈകളിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ തെളിവ് സഹിതം അയാൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ആ കയ്യിലിരിക്കുന്ന ആ പേപ്പറുകളുണ്ടല്ലോ അതൊന്ന് വിശദമായി പഠിച്ചു നോക്കാനും പറഞ്ഞു. അത് പഠിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം നുണയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ അയാൾ ഇങ്ങനെ പറയാം. എന്തായാലും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നത് വരെ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകുമെന്നും പറഞ്ഞ് അയാൾ ഫോണും അങ്ങ് കട്ട് ചെയ്തു. അയാൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിതയ്ക്ക് ടെൻഷൻ കൂടി. രഞ്ജിത പേപ്പർ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. രഞ്ജിതയ്ക്ക് ആകെ ടെൻഷനായി. എല്ലാം കൈവിട്ട് പോകുമോ, പാപ്പരാസികളാകുമോ എന്നൊക്കെയുള്ള ഒരു പേടിയായിട്ട് രഞ്ജിത ഇങ്ങനെ അവിടെ നെട്ടോട്ടം ഓടുന്നു. അപ്പോൾ ആരാണ് ആ വിളിച്ചതെന്ന് കണ്ടെത്തിയേ പറ്റൂ എന്ന രീതിയിൽ രഞ്ജിത അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുകയാണേ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സുമിത്ര ഇങ്ങനെ ഓരോ സത്യങ്ങളിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്രയെ സഹായിക്കാൻ ആരോ ഒരാൾ പിന്നിലുണ്ടെന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അറിയാൻ സുമിത്ര നേരെ അനിയൻ്റെ അരികിലേക്ക് ചെല്ലുക, ദീപുവിൻ്റെ അരികിൽ ചെന്നു ദീപുവായിട്ട് സംസാരിക്കുമ്പോൾ ദീപു ആണെങ്കിൽ ഇപ്പോൾ പേടിച്ചാണ് സുമിത്രയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. എങ്ങാനും ചേച്ചി പിടിച്ചാലോ അല്ലെങ്കിൽ പിടി വീണാലോ എന്നുള്ളൊരു പേടി. അങ്ങനെ പേടിച്ചിരിക്കുന്ന ദീപുവിൻ്റെ അരികിൽ ചെന്ന് ഇങ്ങനെ വലിയ കാര്യമായിട്ടൊക്കെ സുമിത്ര സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താനിപ്പോൾ ഒരു കാര്യം അറിയാനാണ് വന്നതെന്ന് സുമിത്ര പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യം ചേച്ചിക്ക് അറിയേണ്ടത്? ചേച്ചി ചോദിച്ചോളാൻ പറഞ്ഞു അനിയൻ. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ആരും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. ഞാനും ചിത്രയും മാത്രം, പൂജമോള് മാത്രമല്ലേ ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചു. അതെ, നിനക്കാണെങ്കിൽ കടവും ബാധ്യതയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ ചേച്ചിക്ക് അറിയാവുന്നല്ലേ ചേച്ചി? അങ്ങനെയാണെങ്കിൽ ഇക്കണ്ട കാലം മുഴുവൻ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. എൻ്റെ ചിലവുകളും അല്ലെങ്കിൽ എൻ്റെ ബില്ലും ഒക്കെ ആരാണ് ക്ലോസ് ചെയ്തതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ദീപു ഒന്ന് ഞെട്ടി. എനിക്കറിയണം ദീപു, എൻ്റെ കാര്യങ്ങൾ ആരാണ് നോക്കിയത്? എൻ്റെ ബില്ലെല്ലാം സെറ്റിൽ ചെയ്തത് ആരാണ്? ഇത്രയും വൻ തുക എനിക്ക് വേണ്ടി ആ ഹോസ്പിറ്റലിൽ അടയ്ക്കണമെങ്കിൽ ഒരാളുണ്ടാകുമല്ലോ. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ.
നിനക്കതറിയാം, നീ അതെന്നോട് പറയണം എന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ ദീപുവിനോട് നിർബന്ധം പറയുമ്പോൾ, അങ്ങനെ ആരാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ചേച്ചി. ഞാൻ ഒരു പക്ഷേ വിചാരിച്ചത് അവർ മക്കളാരെങ്കിലും ആയിരിക്കും എന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് ഉരുണ്ട് കളിക്കുമ്പം നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കരുത്, നീ എന്നോട് സത്യം പറയണമെന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിരിക്കുക ദീപുവിന് എന്ത് പറയണമെന്നറിയില്ല. ചേച്ചിയോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാകും എന്നറിയാവുന്നത് കൊണ്ട് ഒന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ദീപു ഇങ്ങനെ നിന്ന് ഉരുകുക. അങ്ങനെ സുമിത്ര സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ നീ ഇപ്പം ഇതെന്നോട് പറഞ്ഞില്ലെങ്കിലും നാളെ ഞാനത് അറിയാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ഞാനത് നിന്നോട് ചോദിക്കുമ്പോൾ നിനക്കതൊരു ബുദ്ധിമുട്ടാകരുതല്ലോ ദീപു. അതുകൊണ്ടാണ് ഞാൻ നിന്നോടിപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്, ആരാണ് എൻ്റെ ബില്ലടച്ചതെന്ന്. നിനക്കറിയാം, നീ അതെന്നോട് പറയാൻ പറഞ്ഞു. സുമിത്ര ഇങ്ങനെ നിർബന്ധം പിടിക്കുക. സുമിത്ര അത് നിർബന്ധം പിടിച്ചപ്പോഴും ദീപു അറിയില്ല എന്നും പറഞ്ഞ് തന്നെ അങ്ങനെ അവിടെ നിൽക്കുന്നത്. എന്തായാലും സുമിത്ര സരസ്വതി അമ്മയുടെയും അതുപോലെ നമ്മുടെ സിദ്ധുവിൻ്റെയും അരികിൽ അടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. സിദ്ധുവിൻ്റെ നാവിൽ നിന്ന് തന്നെ രോഹിത്തിൻ്റെ മരണകാരണം അറിയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ പ്രൊമോ വരുന്നത്, വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.